സോ ഇന്ന് നമ്മൾ ഒരു ലാസ്റ്റ് സെക്ഷൻ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മൾ വിൻഡ്, അതേപോലെ നമ്മുടെ മൈക്രോ MHD, അതേപോലെ നമ്മൾ ടൈഡൽ, ബയോഗ്യാസ് ഈ പോർഷൻസിൽ കവർ ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ളതും അതേപോലെ തന്നെ കുറച്ച് അല്ലാതെ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ളതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യാൻ ഇന്ന് പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മെൻഷൻ ദ മെയിൻ കമ്പോണന്റ് ഓഫ് ബയോഗ്യാസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ബയോഗ്യാസ് എന്ന് പറയുന്നത് ബയോമാസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാസ് ആണ് ബയോഗ്യാസ് എന്ന് പറയുന്നത്. അപ്പൊ ബയോഗ്യാസ് ആണ് നമ്മൾ ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്നത്. അതിനകത്ത് നമുക്ക് ബയോഗ്യാസ് എന്ന് പറയുന്ന ഒരു 2 or 3 അതിൽ കൂടുതൽ കമ്പോണൻസിന്റെ ഒരു കോമ്പിനേഷൻ ആണ്. അതിനകത്ത് മെയിൻലി വരുന്ന ഏതാണ്? മെയിൻലി വരുന്നത് മീഥേൻ വരുന്നുണ്ട്, അതേപോലെ തന്നെ കാർബൺ ഡയോക്സൈഡ് വരുന്നുണ്ട്, ഹൈഡ്രജൻ വരുന്നുണ്ട്, നൈട്രജൻ വരുന്നുണ്ട്, ആൻഡ് സം പോർഷനിൽ ഹൈഡ്രജൻ സൾഫൈഡും വരുന്നുണ്ട്. പക്ഷെ ഇതിൽ ഏറ്റവും കൂടുതൽ ഒരു 60% നമുക്ക് വരുന്നത് മീഥേൻ തന്നെയാണ്. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഏറ്റവും കൂടുതലായിട്ടുള്ള കമ്പോണന്റ് എന്താണ് ചോദിച്ചിരിക്കുന്നത്. കാര്യം ഓപ്ഷൻസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഈത്തൈൻ ഉണ്ട്, മീത്തൈൻ ഉണ്ട്, ബ്യൂട്ടൈൻ, കാർബൺ ഡയോക്സൈഡ്. നമുക്കറിയാം ബയോഗ്യാസിനകത്ത് മീത്തൈനും ഉണ്ട്, കാർബൺ ഡയോക്സൈഡും ഉണ്ട്. അപ്പൊ ഈ 2 ഓപ്ഷൻസും ശരിയായി വരാം. പക്ഷേ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന ഏറ്റവും കൂടുതലായിട്ടുള്ള കമ്പോണന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഏറ്റവും കൂടുതലായിട്ടുള്ള കമ്പോണന്റ് എന്ന് പറയുന്നത് മീത്തൈൻ ആണ്. അറൌണ്ട് ഒരു 60% തന്നെ മീത്തൈൻ ആണ് വരുന്നത്. സോ ദ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് മീത്തൈൻ ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇനി ടൈഡൽ എനർജി ജനറേറ്റർ യൂസസ് എ ലാർജ് ഡാം നോൺ as, അതായത് ടൈഡൽ പ്ലാന്റ് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കറിയാം സിംഗിൾ ടൈഡൽ പ്ലാന്റ് അല്ലെങ്കിൽ ഡബിൾ ഗേജ് ഉണ്ട്, സിംഗിൾ ഗേജ് ഉണ്ട്, അല്ലെങ്കിൽ സിംഗിൾ ഗേറ്റ് എന്നുള്ള രീതിയിൽ. അപ്പം സിംഗിൾ ഗേറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അവിടെ ഒരു ഡാം പോലെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യും. അതിന്റെ ഉള്ളിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിന്റെ ഉള്ളിലായിരിക്കും നമ്മൾ ടർബൈൻ ഫിറ്റ് ചെയ്യുന്നത്. അതിന്റെ അകത്ത് നമുക്ക് ഗേറ്റ് ഉണ്ടാവും. ആ ഗേറ്റിന്റെ അതുവഴിയായിരിക്കും വെള്ളം കയറി ഇറങ്ങുന്നത്. അപ്പൊ ഈ ലാർജ് ഡാമിനെ നമ്മൾ എന്ത് പേരിട്ടാണ് വിളിക്കണേ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഈ ലാർജ് ഡാമിനെ വിളിക്കുന്ന പേരാണ് ബാരേജ്. ബാരേജ് ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്. അപ്പം ടൈഡൽ എനർജി ജനറേറ്റർ നമ്മൾ വെക്കുന്ന പ്ലേസ് എന്ന് പറയുന്നത് ഒരു വലിയ ഡാം ആയിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. ആ ഡാമിന്റെ പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ ഡാമിന്റെ പേരെന്ന് പറയുന്നത് ബാരേജ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. 3ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇൻ ആൻ ഓപ്പൺ സൈക്കിൾ MHD steam power plant, the temperature at the entrance of MHD duct is, അതായത് നമ്മൾ 2 ടൈപ്പ് ഓഫ് MHD പവർ പ്ലാന്റിനെ പറ്റി പഠിച്ചായിരുന്നു. ഓപ്പണും പഠിച്ചായിരുന്നു, ക്ലോസ്ഡും പഠിച്ചായിരുന്നു. അപ്പൊ അതിനകത്ത് നമുക്കറിയാം ഒരു ഡക്റ്റ് ഉണ്ട്. ആ ഡക്റ്റ് വഴിയാണ് നമ്മുടെ കണ്ടക്ടിങ് മീഡിയം പോകുന്നത്. ആ കണ്ടക്ടിങ് മീഡിയത്തിന്റെ ഡക്റ്റിലോട്ട് കയറുമ്പോൾ അതിന്റെ എൻട്രൻസിൽ എത്രയായിരിക്കും ടെമ്പറേച്ചർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ MHD എന്താണെന്നറിയാമോ? മാഗ്നെറ്റോ ഹൈഡ്രോ ഡൈനാമിക് സ്റ്റീം പവർ പ്ലാന്റ്. മാഗ്നെറ്റോ ഹൈഡ്രോ ഡൈനാമിക് സ്റ്റീം പവർ പ്ലാന്റ് ആണ്. ഇതിനകത്ത് നമുക്കറിയാം എന്താ, ഹീറ്റിനെ നമ്മൾ ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുവാണ്, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിനെയാണ് നമ്മൾ അവിടെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഈ എൻട്രൻസിലെ ടെമ്പറേച്ചർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടൈപ്പ് MHDക്ക് അകത്ത് പറഞ്ഞിട്ടുണ്ട് അതിന്റെ എൻട്രൻസിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 2500 K ആണ്. അപ്പം കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് 2500 തൊട്ട് 3000 കെൽവിൻ വരെയാണ് എൻട്രൻസിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, സോ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ, conducting media in MHD tunnel is,
അതായത് നമുക്കറിയാം ഒരു MHD ജനറേറ്റർ ഉണ്ട്. ഈ MHD ജനറേറ്ററിൽ ആദ്യമേ നമുക്കൊരു ഡക്റ്റ് ഉണ്ടാകും. ഒരു ഡക്റ്റ് ഉണ്ട്, ഒരു എന്താ പറയുന്നത്, ഇൻക്രീസിങ് ഏരിയ ഉള്ള ഒരു ഡക്റ്റ് ഉണ്ട്. ഈ ഡക്റ്റിന്റെ 2 പോർഷനിൽ ഇലക്ട്രോഡ് വെക്കുന്നുണ്ട്. അതിന്റെ നടുക്കൂടെ നമ്മൾ ഒരു കണ്ടക്ടിങ് മീഡിയം പാസ് ചെയ്യുന്നുണ്ട്. ഈ കണ്ടക്ടിങ് മീഡിയം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഗേഷ്യസ് ആകാം, അല്ലെങ്കിൽ ലിക്വിഡ് മെറ്റലോ ലിക്വിഡ് ആയിട്ടുള്ള സോളിഡ് മെറ്റൽസോ ആകാം. അപ്പം ഇത് ഈ ഗേഷ്യസ് അല്ലെങ്കിൽ ലിക്വിഡ് മെറ്റലിനെ നമ്മൾ 4th സ്റ്റേജിലോട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. 4th സ്റ്റേജ് എന്ന് പറയുന്നത് പ്ലാസ്മയിലോട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടുത്തെ കണ്ടക്ടിങ് മീഡിയത്തിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്ലാസ്മ ആയിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, ദ മേജർ ഡിസഡ്വാൻറ്റേജ് ഓഫ് വിൻഡ് പവർ ജനറേഷൻ ഇസ്, ഓപ്ഷൻസ് നോക്കിക്കേ. ലോങ് ടൈം ഡി ആണ്. വിൻഡ് പവർ ഇസ് നോട്ട് കോൺസ്റ്റന്റ് ആൻഡ് സ്റ്റഡി. നമുക്കറിയാം വിൻഡ് ഒരിക്കലും പ്രഡിക്റ്റബിൾ അല്ല, അത് കോൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് കിട്ടണമെന്നുമില്ല. അങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് കിട്ടാത്തത് കൊണ്ടും പ്രഡിക്റ്റബിൾ അല്ലാത്തത് കൊണ്ടും അതാണ് അതിന്റെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പൊല്യൂട്ടിങ്ങും അല്ല, ഹൈ ടെക്നോളജിയുടെ ആവശ്യമൊന്നുമില്ല, പക്ഷെ ഇത് കോൺസ്റ്റന്റ് അല്ല, സ്റ്റഡി അല്ല എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിൻഡ് മിൽ കോൾഡ് ആസ് ഡാരിയൻസ് മിൽ ഈസ്. ഏതാണ് ഡാരിയൻസ് മിൽ എന്ന് അറിയപ്പെടുന്നത്? ഓർമ്മയുണ്ടോ? നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് വിൻഡ് മിൽസ് പഠിച്ചായിരുന്നു. അതിനകത്ത് മെയിൻലി 2 ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണുള്ളത്. ഹൊറിസോണ്ടൽ ഉണ്ട്, വെർട്ടിക്കൽ ആക്സിസ് വിൻഡ് മില്ലും ഉണ്ട്. ഹൊറിസോണ്ടലിൽ തന്നെ നമ്മൾ 2 എണ്ണം വീണ്ടും പഠിച്ചിട്ടുണ്ട്, വെർട്ടിക്കലിലും നമ്മൾ 2 എണ്ണം പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാ ഹൊറിസോണ്ടലിൽ 2 എണ്ണം ഓർമ്മയുണ്ടോ? മൾട്ടി ബ്ലേഡും പ്രൊപ്പല്ലറും. ഓർമ്മയുണ്ടോ? എല്ലാം മറന്നുപോയെന്നാ തോന്നുന്നത്. അപ്പൊ ഹൊറിസോണ്ടൽ ആക്സിസ് എന്ന് പറയുന്നത്, അതെ, കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് വെർട്ടിക്കൽ ആണ്. വെർട്ടിക്കലിൽ തന്നെ 2 എണ്ണം ഉണ്ട്, സെവേനിയസ് റോട്ടറും ഉണ്ട്, ഡേറിയസ് റോട്ടറും ഉണ്ട്. അപ്പൊ ആ ഡേറിയസ് റോട്ടറിന്റെ പേരിൽ നിന്നാണ് ഡേറിയൻസ് മിൽ എന്നുള്ള പേര് വന്നിരിക്കുന്നത് കേട്ടോ. ഇപ്പൊ റോട്ടർ ക്ലാസിഫിക്കേഷൻ വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ചോദിക്കാം. ഡേറിയൻസ് മിൽ എന്ന് പറയുന്നത് വെർട്ടിക്കൽ ആക്സിസ് മില്ലാണ്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി, വെർട്ടിക്കൽ ആക്സിസ് മിൽ. സോ ഡേറിയൻസ് മിൽ എന്ന് പറയുന്നത് ഒരു ഡേറിയസ് റോട്ടർ ബേസ് ചെയ്തിട്ടുള്ള ഒരു വിൻഡ് മില്ലാണ് എന്നുള്ള അർത്ഥമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ അത് റോട്ടർ അല്ലല്ലോ എന്നുള്ള സംശയം വേണ്ട. വിൻഡ് മില്ല് ഡേറിയസ് ടൈപ്പ് ആയിട്ടുള്ള റോട്ടർ വെച്ച് വർക്ക് ചെയ്യുന്ന മില്ലാണെങ്കിൽ അതിനെ ഡേറിയൻസ് മിൽ എന്ന് വിളിക്കുന്നു. അതേ ഉള്ളൂ ക്വസ്റ്റ്യനിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, വിച്ച് എമംഗ് ദ ഫോളോയിങ് പെയർസ് ആർ നോട്ട് മാച്ച്. ഇതിനകത്ത് ഓരോ പെയർ ആദ്യം നോക്കാം. ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ഓൾട്ടർനേറ്റർ, വിൻഡ് പവർ പ്ലാന്റ് ഇൻഡക്ഷൻ മോട്ടർ, സോളാർ പവർ പ്ലാന്റ് PV സെൽ. ബി ആണ് കറക്റ്റ് ആൻസർ. ഇവിടെ തന്നിരിക്കുന്ന എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ പവർ പ്ലാന്റിനും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എവിടെ നിന്നാണ് എനർജി ജനറേറ്റ് ചെയ്യണത് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യണത് എന്നുള്ളതാണ് പെയറുകൾ തന്നിരിക്കുന്നത്. ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിലും തെർമൽ പവർ പ്ലാന്റിലും ഓൾട്ടർനേറ്റർ അല്ലെങ്കിൽ ജനറേറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോളാർ പവർ പ്ലാന്റിലാണെങ്കിൽ PV സെല്ല് വെച്ചിട്ടാണ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷെ വിൻഡ് പവർ പ്ലാന്റിൽ നമ്മൾ ഇൻഡക്ഷൻ മോട്ടർ ആണോ യൂസ് ചെയ്യുന്നത്? അല്ല, ഇൻഡക്ഷൻ ജനറേറ്റർ. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻഡക്ഷൻ ജനറേറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഈ ക്വസ്റ്റിന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പൊ ഈ 2 പേര് തമ്മിൽ മാച്ച് ആവത്തില്ല. സോ ആൻസർ ഇസ് ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ. What is the average wind velocity observed on Earth? ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ആൻസർ എന്ന് പറയുന്നത് 9 മീറ്റർ പെർ സെക്കൻഡ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഇതൊന്ന് പഠിച്ചു വെച്ചോളാം. PSCയുടെ ക്വസ്റ്റ്യൻ ആണ്. 9 മീറ്റർ പെർ സെക്കൻഡ് ആണ് ആവറേജ് വിൻഡ് വെലോസിറ്റി, എർത്തിലുള്ള ആവറേജ് വിൻഡ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇനി ബയോഗ്യാസ് കൺസിസ്റ്റ്
അപ്പൊ ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. ബയോഗ്യാസിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിലത്തെ ഓപ്ഷൻസ് നോക്കിക്കേ. എ എന്ന് പറയുന്നത് ഏതാണ്? എ ആണ് ആൻസർ. അതെ, എ ആണ് ആൻസർ. ഓക്കെ, അത് ശ്രദ്ധിച്ചോണം. അടുത്ത ബി എന്ന് പറയുന്ന ഉള്ളി മീത്തേൻ തന്നിട്ടുണ്ട്. പക്ഷെ മീത്തേൻ എന്ന് പറയുന്ന മെയിൻ കമ്പോണന്റ് മാത്രമേ ഉള്ളൂ. മീത്തേന്റെ കൂടെ കാർബൺ ഡൈ ഓക്സൈഡും ഹൈഡ്രജൻ, നൈട്രജൻ, ഹൈഡ്രജൻ സൾഫൈഡ് എല്ലാം കൂടെ കൂടിയതാണ് ബയോഗ്യാസ്. സോ കറക്റ്റ് ഓപ്ഷൻ ഇസ് ഓപ്ഷൻ എ. ഓർത്തിരുന്നോണം. അതിന്റെ മെയിൻ കമ്പോണന്റ് എന്ന് പറയുന്നതാണ് മീത്തേൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The tidal power plant turbine usually employed in. ഏതാണ് ടൈഡൽ പവർ പ്ലാന്റിന് നമ്മൾ യൂസ് ചെയ്യുന്ന ടർബൈൻ? റിയാക്ഷൻ ടൈപ്പ്, പ്രൊപ്പല്ലർ ടൈപ്പ്, റിവേഴ്സിബിൾ ടൈപ്പ്, സിമ്പിൾ ഇമ്പൾസ് ടൈപ്പ്. ഏതായിരിക്കും? റിവേഴ്സിബിൾ. റിവേഴ്സിബിൾ ആണ്. കാരണം എന്താ റിവേഴ്സിബിൾ ആകാനുള്ള കാരണം എന്താ? റിവേഴ്സിബിൾ ആകാനുള്ള കാരണം എന്താ? നമ്മൾ പറഞ്ഞു വരുമ്പോൾ തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലോ നടക്കും. അതാണ്. അതായത് ലോ ടൈഡ് വരുമ്പോഴത്തേക്കും വെള്ളം ഉള്ളിലോട്ട് കയറണം, ഹൈ ടൈഡ് വരുമ്പോഴത്തേക്കും അത് പുറത്തോട്ട് ഇറങ്ങണം എന്നുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് രണ്ട് ഓപ്പറേഷനും വേണ്ടിയിട്ട് റിവേഴ്സിബിൾ ടർബൈൻസ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Now, what is the main source of production of biogas? ബയോഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള മെയിൻ സോഴ്സ് എന്താണ്? എന്താണ് ബയോഗ്യാസ്? നമുക്കറിയാം ബയോഗ്യാസ് എന്തിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ബയോമാസിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ബയോമാസ് എന്താണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ബയോമാസിന്റെ സോഴ്സുകൾ എന്തൊക്കെയാണ്? വെറ്റ് കൗഡങ്, ഹ്യൂമൻ വേസ്റ്റ്, വെറ്റ് ലൈഫ് സ്റ്റോക്ക് വേസ്റ്റ്, ഓൾ ഓഫ് ദ അബോവ്. എന്തായിരിക്കും ഉത്തരം? ആർക്കെങ്കിലും പറയാമോ? ഡി ആണ് കറക്റ്റ് ഓപ്ഷൻ. കാര്യം ഇതെല്ലാം നമ്മൾ സോഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ബയോഗ്യാസ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അവൈലബിലിറ്റി അനുസരിച്ച് നമ്മൾ ഇതിന്റെ സോഴ്സസ് മാറ്റി എടുക്കും എന്നുള്ളതേ ഉള്ളൂ. ബയോഗ്യാസ് പ്രൊഡക്ഷന് ഇതിന്റെ എല്ലാ ബയോമാസ് ആണ് യൂസ് ചെയ്യുന്നത്. ഈ ബയോമാസിനകത്ത് വരുന്നതാണ് ഈ സോഴ്സുകളെല്ലാം. അതായത് കൗഡങ്, ലൈഫ് സ്റ്റോക്ക് വേസ്റ്റ്, ഹ്യൂമൻ വേസ്റ്റ് എല്ലാം ബയോമാസിനകത്ത് വരുന്ന സോഴ്സസ് ആണ്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദ അബവ് ആണ്. ഇത് തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. കാര്യം നമ്മളൊക്കെ കണ്ടിരിക്കുന്നത് കൗഡങ്ങിൽ നിന്നാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആണ് കണ്ടിരിക്കുന്നത്. പക്ഷെ ബയോമാസ് ആണ് ബയോഗ്യാസിന്റെ സോഴ്സ് എന്ന് പറയുന്നത്. ബയോമാസിനകത്ത് വരുന്നത് ഓർഗാനിക് കമ്പോണൻസ് ആണ്. ഈ ഓർഗാനിക് കമ്പോണൻസ് വരുന്ന ഓരോ സോഴ്സസ് ആണ് കൗഡങ്, ലൈഫ് സ്റ്റോക്ക് വേസ്റ്റും ഹ്യൂമൻ വേസ്റ്റും എല്ലാം. സോ കറക്റ്റ് ആൻസർ ഓൾ ഓഫ് ദ അബവ് ആണ്. അത് നോട്ട് ചെയ്തോണം. അടുത്ത ക്വസ്റ്റ്യൻ. ബയോഗ്യാസ് പ്ലാന്റ്സ് ആർ സ്യൂട്ടബിൾ ഫോർ. ശ്രദ്ധിച്ച്, ഇതിനകത്ത് ചോദിച്ചിരിക്കുന്ന ബയോഗ്യാസ് പ്ലാന്റ് എവിടാണ് സ്യൂട്ടബിൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്? അതിന് കുറച്ച് ഓപ്ഷൻസ് ആണ്. മെറ്റലർജിക്കൽ ഇൻഡസ്ട്രിയിലാണോ, കൊമേഴ്ഷ്യൽ കോംപ്ലക്സിലാണോ, റൂറൽ ഏരിയസിലാണോ, കോൾ മൈൻസിലാണോ? എവിടാണ് ബയോഗ്യാസ് പ്ലാന്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എവിടെ ആയിരിക്കും ഉപയോഗിക്കാൻ പറ്റുന്നത്? മെറ്റലർജിക്കൽ ഇൻഡസ്ട്രീസിൽ പറ്റുമോ? ഇല്ല. കൊമേഴ്ഷ്യൽ സി ആണ് കറക്റ്റ് ആൻസർ. കാര്യം നമുക്ക് സോഴ്സ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് റൂറൽ ഏരിയയിലാണ്. അപ്പൊ അവിടെ ഏറ്റവും കൂടുതൽ സോഴ്സ് ഉള്ളിടത്ത് മാത്രമേ നമ്മൾ ബയോഗ്യാസ് പ്ലാന്റ് നമ്മൾ ഉപയോഗിക്കത്തുള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ മെയിൻ ബൈ പ്രോഡക്റ്റ് ഓഫ് ബയോഗ്യാസ് പ്ലാന്റ്. എന്തായിരിക്കും ഇതിന്റെ മെയിൻ ബൈ പ്രോഡക്റ്റ്? ശ്രദ്ധിച്ചോ, മെയിൻ ബൈ പ്രോഡക്റ്റ് ഓഫ് ബയോഗ്യാസ് പ്ലാന്റ് സി ആണ്. അതേസമയം മെയിൻ പ്രോഡക്റ്റ് ഓഫ് ബയോഗ്യാസ് പ്ലാന്റ് എന്ന് ചോദിച്ചിരുന്നെങ്കിൽ എന്തായിരുന്നേന്? ബയോഗ്യാസ് ആണ്. തെറ്റിപ്പോയില്ല. ബയോമാസ് എന്ന് പറയുന്നത് സോഴ്സ് ആണ്. സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിൽ നിന്നാണോ ബയോഗ്യാസ് ഉണ്ടാക്കുന്നത് അതാണ് ബയോമാസ് എന്ന് പറയുന്നത്. ബയോഗ്യാസ് പ്ലാന്റിന്റെ ഒരു പ്രോഡക്റ്റ് ആണ് ബയോഗ്യാസ് എന്ന് പറയുന്നത്. അതിന്റെ ബൈ പ്രോഡക്റ്റ്, അതിന്റെ കൂടെ തന്നെ നമുക്ക് കിട്ടുന്ന വേറെ പ്രോഡക്റ്റ്, അതാണ് ബൈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് എന്താണ്? മാനുവർ ആണ്. സോ ശ്രദ്ധിച്ചോണം, ബയോമാസ് എന്ന് പറയുന്ന സോഴ്സിൽ നിന്ന് നമ്മൾ ബയോഗ്യാസ് ഉണ്ടാക്കുന്നു. ആ ബയോഗ്യാസിന്റെ കൂടെ തന്നെ വരുന്ന വേറെ പ്രോഡക്റ്റ് എന്താണ്? അതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ആ പ്രോഡക്റ്റ് ആണ് മാനുവർ, ഓർഗാനിക് മാനുവർ. ശ്രദ്ധിക്കണം, തെറ്റിപ്പോവരുത്. അത് ഇച്ചിരി കൺഫ്യൂസിങ് ആയിട്ട് ചിലപ്പോൾ തോന്നാം.
ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി വിൻഡ് ആസ് എ സോഴ്സ് ഓഫ് പവർ. ഇതിനകത്ത് വിൻഡ് എനർജിയുടെ കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. വിൻഡ് എന്ത് ടൈപ്പ് ഓഫ് ഒരു സോഴ്സ് ഓഫ് പവർ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇസ് നോൺ സ്റ്റഡി ആൻഡ് അൺറിലയബിൾ, does not possess the basic requirements of energy of any energy source, is plentiful, inexhaustible, renewable and non-polluting. ഇനി ഇതിനകത്ത് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ എയും സിയും കറക്റ്റ് ആണ് അല്ലെ. വിൻഡ് നോൺ സ്റ്റഡി ആണ്, അൺറിലയബിൾ ആണ്, ഒത്തിരി ഉണ്ട്, റിന്യൂവബിൾ ആണ്, പൊല്യൂട്ടിംഗ് അല്ല. ഇനി ബി എന്താ ചോദിച്ചിരിക്കുന്നത്? ഡസ് നോട്ട് പോസസ് ദ ബേസിക് റിക്വയർമെന്റ്സ് ഓഫ് എനി എനർജി സോഴ്സ്. ഏതെങ്കിലും ഒരു വേറെ ഒരു എനർജി സോഴ്സിൽ നിന്നാണോ വിൻഡ് ഉണ്ടാക്കിയെടുക്കുന്നത്? അല്ല, വിൻഡ് തന്നെത്താനെ ഉണ്ടാകുന്നതാണ്. വേറെ നമ്മൾ ഒരു കൺവേർഷൻ പ്രോസസ് അവിടെ വേണ്ടി വരുന്നില്ല. അപ്പം ഈ 3 ഓപ്ഷൻസും കറക്റ്റ് ആണ്. സോ ദ ആൻസർ ഇസ് ഡി, ഓൾ ഓഫ് ദ അബോവ്. ഓക്കെ, നമുക്ക് അടുത്തതിലോട്ട് പോവാം. മാക്സിമം വിൻഡ് എനർജി അവൈലബിൾ ഇസ് പ്രൊപ്പോർഷണൽ ടു. അതായത് വിൻഡ് എനർജിയുടെ ഇക്വേഷൻ ആണ്, ഔട്ട്പുട്ട് പവറിന്റെ ഇക്വേഷനാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ എന്തിനോടൊക്കെ പ്രൊപ്പോർഷണൽ ആണെന്നാണ്. അതൊന്ന് നോട്ട് ചെയ്തുകൊള്ളുക. വിൻഡ് പവർ ഇസ് പ്രൊപ്പോർഷണൽ ടു അല്ലെങ്കിൽ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു റോ ഇൻറ്റു എ ഇൻറ്റു വി ക്യൂബ് ആണ്. ഹാഫ് ഇൻറ്റു റോ ഇൻറ്റു എ ഇൻറ്റു വി ക്യൂബ് ആണ്. അതില് റോ എന്ന് പറയുന്നത് എയർ ഡെൻസിറ്റി ആണ്. ആ ഒരു സ്ഥലത്തെ എയർ ഡെൻസിറ്റി ആണ് റോ എന്ന് പറയുന്നത്. എ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദ റോട്ടർ, റോട്ടറിന്റെ ഏരിയ. വി എന്ന് പറയുന്നത് വെലോസിറ്റി, വിൻഡ് വെലോസിറ്റി ആണ്. അപ്പൊ റോ എന്ന് പറയുന്നത് എയർ ഡെൻസിറ്റി ആണ്. എയർ ഡെൻസിറ്റി ആണ്. എ എന്ന് പറയുന്നത് ഏരിയ ഓഫ് റോട്ടർ ആണ്. ആൻഡ് വി എന്ന് പറയുന്നത് വിൻഡ് വെലോസിറ്റി ആണ്. സോ ഓപ്ഷൻസിൽ അത് തന്നെയാണ് തന്നിരിക്കുന്നത്. നോക്കിക്കേ, എയർ ഡെൻസിറ്റി, ക്യൂബ് ഓഫ് വിൻഡ് വെലോസിറ്റി, സ്ക്വയർ ഓഫ് റോട്ടർ ഡയമീറ്റർ. ഏരിയ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിന്റെ ഡയമീറ്ററിന്റെ സ്ക്വയറിനോടാണ് പ്രൊപ്പോർഷണാലിറ്റി വരുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഈ ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്തോണം. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. ഓക്കെ, അടുത്തത്. എ ടൈഡൽ പവർ പ്ലാന്റ് ഇസ് ഇൻസ്റ്റാൾഡ് ഇൻ ഇന്ത്യ നിയർ. എവിടെയാണ് ഇന്ത്യയിൽ ടൈഡൽ പവർ പ്ലാന്റ് ഉള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഗൾഫ് ഓഫ് ക്യാംബെ ആണ് കറക്റ്റ് ഓപ്ഷൻ. 3 സ്ഥലങ്ങളിലാണ് ഇന്ത്യയിൽ ടൈഡൽ പവർ പ്ലാന്റ് ഉള്ളത്. ഏകദേശം ഒരു 8000 മെഗാവാട്ടിൽ ആണ് മൊത്തത്തിലുള്ള കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഒരു 2020 വെച്ചിട്ടുള്ള ഡേറ്റയിലാണ് അങ്ങനെ കാണുന്നത്. അപ്പം അതില് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഗൾഫ് ഓഫ് ക്യാംബെ ആണ്. ഗൾഫ് ഓഫ് ക്യാംബെ എന്ന് പറയുന്നത് ഗുജറാത്തിലാണ്. ഗുജറാത്തിലുള്ള ഗൾഫ് ഓഫ് ക്യാംബെയിൽ 7000 മെഗാവാട്ടിന്റെ ഒരു പ്ലാന്റ് ആണ് ഉള്ളത്. രണ്ടാമത് ഉള്ളത് ഗൾഫ് ഓഫ് കച്ചിലാണ്. അതും ഗുജറാത്തിൽ തന്നെയാണ്. ഗൾഫ് ഓഫ് കച്ചില് 1200 മെഗാവാട്ടിന്റെ ഒരു പ്ലാന്റ് ഉണ്ട്. പിന്നെ റീസെന്റ് ഒരു ചെറിയ ഒരു പ്ലാന്റും കൂടെ വെസ്റ്റ് ബംഗാളില് ഉണ്ട്. വെസ്റ്റ് ബംഗാളില് സുന്ദർബൻ ഡെൽറ്റയിലാണ് ഉള്ളത്. അത് ഏകദേശം ഒരു 100 മെഗാവാട്ട് ആണ് അതിന്റെ ജനറേഷൻ കപ്പാസിറ്റി. നോട്ട് ചെയ്തോളുക. 3 പ്ലാന്റ്സ് ആണ് ഇന്ത്യയിലുള്ളത്. ഗൾഫ് ഓഫ് ക്യാംബെ ഗുജറാത്തില് 7000 മെഗാവാട്ട്. രണ്ടാമത്തത് ഗൾഫ് ഓഫ് കച്ച് 1200 മെഗാവാട്ട് വരുന്നുണ്ട്. പിന്നെ വെസ്റ്റ് ബംഗാളിലാണ് മൂന്നാമത്തെ പ്ലാന്റ്. സുന്ദർബൻ ഡെൽറ്റാസിലാണ്. അതിന്റെ ഏകദേശം ഒരു 100 മെഗാവാട്ടാണ്. മൊത്തത്തിൽ ഒരു 8000 മെഗാവാട്ടാണ് നമുക്ക് ഇൻസ്റ്റോൾഡ് കപ്പാസിറ്റി ഇന്ത്യയിൽ ലഭിക്കുന്നത്. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ അതൊന്ന് നോട്ട് ചെയ്തോണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടൈഡൽ എനർജി യൂട്ടിലൈസസ്. ടൈഡൽ എനർജി എന്തിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അല്ലെങ്കിൽ എന്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്? കൈനറ്റിക് എനർജി ഓഫ് വാട്ടർ, പൊട്ടൻഷ്യൽ എനർജി ഓഫ് വാട്ടർ, ബോത്ത് പൊട്ടൻഷ്യൽ ആസ് വെൽ ആസ് കൈനറ്റിക് എനർജി ഓഫ് വാട്ടർ, നൺ ഓഫ് ദ അബോവ്. കറക്റ്റ് ആൻസർ എന്താണ് അറിയാവോ? ബി ആണ് കറക്റ്റ് ആൻസർ. പൊട്ടൻഷ്യൽ എനർജി ഓഫ് വാട്ടറിൽ നിന്നാണ് നമ്മൾ ടൈഡൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇനി
tidal power schemes could not be found economically justified because of. അതായത് ടൈഡൽ പവർ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ എക്കണോമിക്കൽ അല്ല എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ഓപ്ഷൻസ് നോക്കാം. ഹൈ കോസ്റ്റ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് വർക്ക്സ്, നോൺ അവൈലബിലിറ്റി ഓഫ് ടൈഡൽ എനർജി ഇൻ ഇന്ത്യ, ബോത്ത് എ ആൻഡ് ബി, ആൻഡ് നൺ ഓഫ് ദ അബവ്. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈഡൽ എനർജി ഇന്ത്യയിൽ അവൈലബിൾ ആണ്, നോൺ അവൈലബിലിറ്റി ഒന്നും ഇല്ല. പക്ഷെ ഏറ്റവും കൂടുതൽ പ്രശ്നം എന്ന് പറയുന്നത് സിവിൽ എഞ്ചിനീയറിംഗ് വർക്ക് ഭയങ്കര ഹൈ കോസ്റ്റ് ആണ്. കാര്യം അത് നമ്മൾ ബീച്ച് അല്ലെങ്കിൽ നമ്മൾ ആ പറയുന്ന ബീച്ച് സൈഡിലോ സീ സൈഡിലോ ആണ് കൺസ്ട്രക്ഷൻ വരുന്നത്. അപ്പൊ അവിടെ ബാരേജ് ഉണ്ടാക്കി ടർബൈൻ വെക്കുക എന്നുള്ളതും അതേപോലെ തന്നെ ഒത്തിരി നമ്മൾ അവിടെ കൺസ്ട്രക്ഷൻ വർക്ക്സ് കൂടുതലായിട്ട് വേണ്ടി വരും. അവിടെ കൺസ്ട്രക്ഷൻ വർക്ക് വരുമ്പോഴത്തേക്കും കൊറോഷനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് വേണം കൺസ്ട്രക്ഷൻ നടത്താനും. അതുകൊണ്ട് തന്നെ സിവിൽ എഞ്ചിനീയർ വർക്കിന്റെ കോസ്റ്റ് കൂടുതൽ കൊണ്ടാണ് എക്കണോമിക്കൽ അല്ല എന്ന് പറയുന്നത്. ദ ആൻസർ ഇസ് ഓപ്ഷൻ എ. അത് നോട്ട് ചെയ്തോണേ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്ത് വെച്ചോണം. നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ അത് എന്താ പറയാ, എയും ബിയും ആയിക്കൂടെ എന്നുള്ള ഒരു ചിന്ത വരാം. അല്ല, എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി ഒരു ചെറിയ പവർ പ്ലാന്റിന്റെ കൂടെ കാര്യം ഞാൻ ഇവിടെ നിന്ന് ഡിസ്കസ് ചെയ്യാണ്. ജിയോ തെർമൽ പവർ പ്ലാന്റ്. ഇത് നിങ്ങൾക്ക് നിമിയുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് പഠിക്കാനില്ല, പക്ഷെ PSCയുടെ രണ്ട് എക്സാംസിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാനൊന്ന് ചുരുക്കി എന്താണെന്നുള്ളതെന്ന് പറയാം. ജിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്ത് എന്നാണ് അർത്ഥം. തെർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ജിയോ തെർമൽ പവർ പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എർത്തിന്റെ ഉള്ളിൽ നിന്നുള്ള ഹീറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ എർത്തിന്റെ ഉള്ളിൽ എവിടെയാണ് ചൂടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എർത്ത് എന്ന് പറയുന്നത് എർത്ത് കോർ ഉണ്ട്. ഈ എർത്ത് കോറിൽ നമുക്ക് ഹൈ ടെമ്പറേച്ചർ ആണ്. ഏകദേശം ഒരു 6000 ഡിഗ്രി കെൽവിനോ അടുത്തോളം ടെമ്പറേച്ചർ ആണ്. അതായത് സണ്ണിന്റെ ചൂടിന്റെ അത്രയും തന്നെ ചൂടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അത് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയോ ആക്റ്റീവ് ഡീകേ ഓഫ് എലമെന്റ്സ് കാരണമാണ് അങ്ങനെ വരുന്നത്. നമുക്കറിയാം, വോൾക്കാനോ ഇറപ്ഷനിലെ ലാവ വരുന്നത് ഹൈ ടെമ്പറേച്ചറിലുള്ളതാണ് വരുന്നത്. അത് ഈ ഹീറ്റിനെ നമ്മൾ ഉപയോഗിച്ച് വെള്ളം ചൂടാക്കി അതിൽ നിന്ന് നമ്മൾ ടർബൈനെ റൊട്ടേറ്റ് ചെയ്ത് അത് കഴിഞ്ഞ് ഓൾട്ടർനേറ്റർ വഴി ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ജിയോ തെർമൽ പവർ പ്ലാന്റിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, നമ്മളുടെ എർത്തിന്റെ കോറിൽ റോക്കുകളും ഉണ്ട്, അതേപോലെ വാട്ടറും റോക്കും വെച്ചിട്ടാണ് എർത്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഈ റോക്ക്, മാഗ്മ എന്ന് പറയുന്ന റോക്ക് ആണ് മെയിൻലി ഹീറ്റ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഹീറ്റ് എനർജി ഉള്ളത്. അതൊരു മോൾട്ടൺ സ്റ്റേറ്റിലായിരിക്കും. ആ മോൾട്ടൺ സ്റ്റേറ്റിലുള്ള മെൽറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റേറ്റിലായിരിക്കും. അതിൽ നിന്നുള്ള ഹീറ്റ് നമ്മൾ വലിയ എന്താ പറയുന്ന കിണറുകൾ കുഴിച്ചോ അല്ലെങ്കിൽ പൈപ്പ് ഇട്ടോ നമ്മൾ പുറത്തെടുത്ത് അതിനെ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ ഒന്നെങ്കിൽ സ്റ്റീം ജനറേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. സോ അങ്ങനെ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ജിയോ തെർമൽ എന്ന പേര് വരാൻ കാരണം. ഫ്രം ഇൻസൈഡ് ദ എർത്ത്, അല്ലെങ്കിൽ എർത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് എന്നുള്ള അർത്ഥത്തിലാണ് ജിയോ തെർമൽ എന്ന പേര് വന്നിരിക്കുന്നത്. ജിയോ എന്ന് പറഞ്ഞ എർത്ത്, തെർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ്. അത് ഓർത്തിരിക്കുക. ഇനി ഏതൊക്കെ രൂപത്തിലാണ് ഈ ജിയോ തെർമൽ റിസോഴ്സസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്? നമുക്ക് ഒരു 4 രീതിയിൽ ഇതിന്റെ റിസോഴ്സസുകളുണ്ട്. ഒന്നെന്ന് പറയുന്നത് വാട്ടർ ഡോമിനേറ്റഡ് ഉണ്ട്, വേപ്പർ ഡോമിനേറ്റഡ് ഉണ്ട്, ഹോട്ട് ഡ്രൈ റോക്ക് ഉണ്ട്, ജിയോ പ്രഷേർഡ് ഉണ്ട്, മാഗ്മ റിസോഴ്സ് ഉണ്ട്. അപ്പൊ 4 സോഴ്സുകളാണുള്ളത്. ഒന്ന് വാട്ടർ ഉണ്ട്, പിന്നെ ഹോട്ട് ഡ്രൈ റോക്ക് ഉണ്ട്, ജിയോ പ്രഷേർഡ് ഉണ്ട്, മാഗ്മ ഉണ്ട്. ഈ വാട്ടർ ഡോമിനേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ USA പോലുള്ള രാജ്യങ്ങളിലൊക്കെ ഈ എന്താ പറയുന്നത്, എർത്തിൽ നിന്നും വെള്ളം പുറത്തോട്ട് ചീറ്റുന്ന പോലെ വരുന്നു എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ചീറ്റി വരുന്നത്, അല്ലെങ്കിൽ വെള്ളം പുറത്തോട്ട്, ചൂട് വെള്ളം പുറത്തോട്ട് ഇങ്ങനെ ചീറ്റി വരുന്നതാണ് ഈ ഹോട്ട് വാട്ടർ ഫീൽഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ അത് ചിലപ്പോൾ നീരാവിയായിട്ട് മാത്രമായിരിക്കും വരുന്നത്. അപ്പൊ അങ്ങനെ വരാം. അപ്പൊ ഒന്നെങ്കിൽ ഹോട്ട് വാട്ടർ ആയിട്ട് പുറത്തോട്ട്
ചൂട് വരാം, അല്ലെങ്കിൽ സ്റ്റീം ആയിട്ട് പുറത്തോട്ട് വരാം. അതാണ് ഈ വാട്ടർ ഡോമിനേറ്റഡ് എന്ന് പറയുന്നത്. ചില സ്ഥലങ്ങളിൽ വേപ്പർ ആയിട്ടായിരിക്കും പുറത്തോട്ട് വരുന്നത്. ഇനി ഹോട്ട് ഡ്രൈ റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ മാഗ്മ എന്ന് പറയുന്ന ചില സ്ഥലങ്ങളിൽ നല്ല കട്ടിയായിട്ടുള്ള നല്ല ഹൈ ഹീറ്റിലുള്ള റോക്സ് ആയിരിക്കും, മിനറൽസോട് കൂടിയിട്ടുള്ള റോക്കുകളായിരിക്കും. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ബ്രൈൻ സൊല്യൂഷൻസ് ഒക്കെ, അതായത് ഉപ്പ് വെള്ളമോ അങ്ങനെയുള്ള വെള്ളങ്ങൾ കടത്തി വിട്ട് അതിൽ നിന്നുള്ള ഹീറ്റ് നമ്മൾ വലിച്ചെടുത്ത് അത് ഉപയോഗിച്ച് നമ്മൾ സ്റ്റീം ജനറേഷൻ നടത്തും. പിന്നെയുള്ളത് ജിയോ പ്രഷർഡ് ആണ്. ജിയോ പ്രഷർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്തിന്റെ പ്രഷർ കാരണം ഉണ്ടാകുന്ന സോഴ്സ്. അത് നല്ല പ്രഷറിൽ, ഹൈ ടെമ്പറേച്ചറിലും ഹൈ പ്രഷറിലുള്ള വേപ്പറുകളായിരിക്കും. അത് നമ്മൾ ആ വേപ്പറുകൾ ഒന്നെങ്കിൽ പൈപ്പ് ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ ടർബൈനിൽ എത്തിച്ച് റൊട്ടേഷൻ നടത്തും. ലാസ്റ്റ് എന്ന് പറയുന്നതാണ് മാഗ്മ. മാഗ്മ എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ വോൾക്കാനോ ഇറപ്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഭൂമിയുടെ അടുത്ത് കോറിലുള്ള മാഗ്മയാണ് ലാവയായിട്ട് പുറത്തു വരുന്നത്. അപ്പൊ അവിടുത്തെ ചൂട് ഉപയോഗിച്ചും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജിയോ തെർമൽ റിസോഴ്സ് ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷെ അത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു റിസോഴ്സ് ആണ്. അത് നമ്മൾ അധികം യൂട്ടിലൈസ് ചെയ്യാറില്ല. മെയിൻലി നമ്മൾ ഈ വാട്ടർ ഡോമിനേറ്റഡും ഹോട്ട് ഡ്രൈ റോക്ക് റിസോഴ്സസും ഒക്കെയാണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. അപ്പൊ ഏതാണ് ജിയോ തെർമലിന്റെ റിസോഴ്സസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോട്ട് വാട്ടർ ഉണ്ട്, വെറ്റ് സ്റ്റീം ഉണ്ട്, വേപ്പർ ഉണ്ട്, ഡ്രൈ റോക്ക് ഉണ്ട്, ജിയോ പ്രഷർ ഉണ്ട്, മാഗ്മ ഉണ്ട്. ഇത് നോട്ട് ചെയ്ത് വെച്ചോളുക. ഇനി എങ്ങനെയാണ് ഇതിൽ നിന്നും ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഹോട്ട് ആയിട്ടുള്ള വേപ്പേഴ്സോ വെറ്റ് സ്റ്റീമോ ഇതിനെ നമ്മൾ നമ്മുടെ ടർബൈനെ റൊട്ടേറ്റ് ചെയ്യാൻ ഉപയോഗിക്കും. സ്റ്റീം ജനറേഷൻ വഴി ടർബൈനെ റൊട്ടേറ്റ് ചെയ്യും. ഈ സ്റ്റീം ഉപയോഗിച്ച് ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിനുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ജനറേറ്റർ ഉണ്ടാകും, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റർ ഉണ്ടാകും. അത് റൊട്ടേറ്റഡ് ആവുമ്പോൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. ബാക്കിയെല്ലാം ഈ സ്റ്റീം പവർ പ്ലാന്റിന്റെ പോർഷൻ തന്നെയായിരിക്കും വരുന്നത്. ഒൺലി തിങ് ഈസ് നമ്മൾ ഈ എങ്ങനെയാണ് ഈ റിസോഴ്സിനെ ഉപയോഗിച്ച് സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ബേസ് ചെയ്തിട്ടാണ് ജിയോ തെർമൽ പവർ പ്ലാന്റ് വർക്ക് ചെയ്യുന്നത്. ഇത്ര ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ആകപ്പാടെ 2 ക്വസ്റ്റ്യൻ ഇതിനകത്ത് ഞാൻ ചോദിച്ചു കണ്ടിട്ടുള്ളൂ. അപ്പൊ അത് മാത്രം ഒന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എ ജിയോ തെർമൽ ഫീൽഡ് മേ ഈൽഡ്, അതായത് ജിയോ തെർമൽ സോഴ്സുകൾ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജിയോ തെർമൽ ഫീൽഡുകൾ ഏതൊക്കെയാണ്? അപ്പൊ അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തായിരുന്നു. ഡ്രൈ സ്റ്റീം ഉണ്ട്, വെറ്റ് സ്റ്റീം ഉണ്ട്, ഹോട്ട് വാട്ടർ ഉണ്ട്. അപ്പൊ അതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇതെല്ലാം നമ്മുടെ ജിയോ തെർമലിന്റെ റിസോഴ്സസ് ആണ്. നമ്മളിപ്പോ നേരത്തെ ഡിസ്കസ് ചെയ്ത സ്ലൈഡിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. വിച്ച് വൺ ഈസ് യൂസ്ഡ് ടു ജനറേറ്റ് പവർ ഇൻ ജിയോ തെർമൽ സ്റ്റേഷൻ? ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഏത് പവർ ആണ് ജിയോ തെർമൽ സ്റ്റേഷനിൽ അല്ലെങ്കിൽ പവർ ജനറേറ്റ് ചെയ്യുന്ന എന്തിൽ നിന്നാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹീറ്റ് ഇൻ അറ്റ്മോസ്ഫിയർ, ഹീറ്റ് ഇൻ അയണോസ്ഫിയർ, അതേപോലെ തന്നെ ഹീറ്റ് ഇൻസൈഡ് ദ എർത്ത്, ഹീറ്റ് ഓഫ് ദ സൺ. ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ആർക്കെങ്കിലും ഒന്ന് പറയാമോ? ബി ആണ് കറക്റ്റ് ആൻസർ. ഹീറ്റ് ഇൻസൈഡ് ദ എർത്ത് ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ എല്ലാരും ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ടെസ്റ്റുകളൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്യുക. എല്ലാരും കുറെ അധികം എന്താ പറയുന്നത്, PPT നിന്ന് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് കിട്ടും. സോ അതെല്ലാം നിങ്ങൾ നന്നായിട്ടൊന്ന് എഴുതി വെക്കുക. ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എല്ലാം ഹൈലൈറ്റ് ചെയ്യുക. ഓക്കെ.